ആ ഇന്ന് നിങ്ങളെ പരിചയപ്പെടാൻ വന്നിരിക്കുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. അത് പറയും പറഞ്ഞാൽ മതി കേട്ടാ. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒന്നാമത്തെ ആളാണ് എന്ന് പറഞ്ഞാൽ ആരാണ്? പഞ്ചായത്തിലെ ഒന്നാമത്തെ ആളെന്ന് പറയുമ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. ആ പ്രസിഡൻ്റാണ് 2026 നിങ്ങളെ കാണാനും നിങ്ങളത് സംസാരിക്കാനുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. നിയാഖുൽ അക്തർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മൾ ഷൈജു എന്നാണ് വിളിക്കുന്നത്. ഷൈജു എന്ന് നമുക്ക് മറ്റേ നമുക്ക് എത്തൂല. അതല്ലേ നല്ലത്. അപ്പോൾ ഷൈജു എന്നാണ് അദ്ദേഹത്തിന് വിളിപ്പേരുള്ളത്. എല്ലാവരും വിളിച്ചാലും അദ്ദേഹം അതും സ്വീകരിക്കുന്ന കൂട്ടത്തിലാണ്. അതിന് ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയും. നിങ്ങളടുത്ത് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ്. ഒരാൾ ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ് പോരാ, അതാണ് ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ജീവിതത്തിൽ ഇതുവരെ മുടങ്ങാത്ത കാര്യങ്ങളിൽ 1 ക്രിക്കറ്റ് കളിയായിരുന്നു, 2 ഫുട്ബോളായിരുന്നു, 3 ഇതൊന്നും ഇപ്പോൾ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് വർക്കൗട്ട്. ഹോക്കി അറിഞ്ഞൂടാ, ഇവിടെ ആർക്കും അത് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഹോക്കി കളിക്കാൻ പറ്റില്ല. നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ക്രിക്കറ്റ് കളിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ഇങ്ങനെയുള്ള സ്റ്റേഡിയങ്ങളിലൊക്കെ പോയി ക്രിക്കറ്റ് കളിച്ച് IPL ഒന്നും കളിക്കാനുള്ള ആംബിയർ ഒന്നും വന്നില്ല. അതിനു മുമ്പേ ഇന്ന് നിങ്ങൾക്ക് കളിക്കാനൊക്കെ വിടുന്നുണ്ടേ. നിങ്ങൾ അച്ഛനും അമ്മയുമാരും തടസ്സം വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മൾ നിങ്ങളെപ്പോലെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി കമ്പും മടലും വെട്ടി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ, ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ തിരിച്ചു വന്ന് കയറുമ്പോൾ അടിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ കളിക്കാമല്ലോ. ആ കമ്പ് വെച്ച് തന്നെ കിട്ടും. കയ്യിലിരിക്കുന്ന അമ്മ അതെടുത്ത് വെച്ച് അടിക്കും. അപ്പോൾ പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം കൂടെ അല്പം കൂടെ മറന്നപ്പോൾ ആളുകളെല്ലാം മനസ്സിലാക്കി ക്രിക്കറ്റൊക്കെ കൊള്ളാമെന്നുള്ളതാണ്. അപ്പോൾ പുറത്തേക്ക് പോയി കളിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്കൂളിൽ ഞാൻ ക്രിക്കറ്റ് ബോളിൻ്റെ പ്ലെയറായിരുന്നു. ആ ക്രിക്കറ്റ് ബോളിൻ്റെ പ്ലെയർ ആയിരുന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ബന്ധങ്ങളുണ്ടായി. അങ്ങനെ കേരളത്തിൻ്റെ ഒട്ടുമിക്ക ക്ലബ്ബുകളിലും ടീമുകളിലും പോയി ഗസ്റ്റായിട്ട് പോയി കളിക്കുന്ന ഒരു സംവിധാനം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം പഞ്ചായത്ത് മെമ്പറൊക്കെ ആയപ്പോൾ അതല്പം ഒതുക്കേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ടറഫിലേക്ക് തുടങ്ങിയതുകൊണ്ട് ടറഫിലോട്ട് പോയി. അപ്പോൾ അവിടെ കാലിൻ്റെ ലിഗമെൻറ്റിനൊരു ചെറിയ പ്രശ്നം വന്ന് സ്വാഭാവികമായിട്ട് ഓടുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ട് അതിപ്പോൾ മതിയാക്കി ജിമ്മിലേക്ക് വർക്കൗട്ട് ചെയ്തു. ഇത് എന്തിനാണ് ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനാണ് നമ്മളിപ്പോൾ കായികമായ അഭ്യാസങ്ങളൊക്കെ നടത്തി നിങ്ങളിങ്ങനെ ഇപ്പോൾ 6 പാക്ക് ഉണ്ടാക്കുക എന്നല്ല, നമുക്ക് ഒരു ഹെൽത്തി ബോഡി ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യത്തെ സാധനം ഇല്ലേ? അല്ല ചോദിച്ചോ, കുഴപ്പമില്ല. എന്തിനാണ് നമ്മൾ കായിക അഭ്യാസങ്ങൾ നടത്തുന്നതെന്ന് കൃത്യമായിട്ട് അറിയാമോ? ഒന്ന്, നമ്മളെ ഫിറ്റ്നസ് അടിപൊളിയാവും, ശരീരം അടിപൊളിയായിട്ട് നമുക്ക് നന്നായി കൊണ്ടുവരും. രാമേന്ദ്രൻ സാറിന് എത്ര വയസ്സായെന്നറിയാമോ? 72 വയസ്സിന് അടുപ്പിച്ചാവും ഇല്ലേ സാറേ? അത് എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്നറിയാമോ? നമ്മൾ കായികപരമായ അധ്വാനം നടത്തുമ്പോൾ നമുക്കൊരു 40-45 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവുണ്ടാവും. അത് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ്ങോ എക്സർസൈസോ നടത്തി വരുമ്പോൾ നമുക്കത് അല്പം കൂടെ ഊർജ്ജമുണ്ടായി മുമ്പിലോട്ട് വരുമ്പോൾ നമ്മുടെ ഏജ് അല്പം ആളുകളിൽ കുറച്ച് കാണിക്കും. അതോടൊപ്പം നമ്മുടെ ഫിറ്റ്നസ്സിനും ആരോഗ്യപരമായ കാര്യത്തിനും കുഴപ്പം വരില്ല. 72 വയസ്സിൽ മമ്മൂട്ടിയും രാമേന്ദ്രണ്ണനെയൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്പം ആരോഗ്യപരമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. അപ്പോൾ നമുക്ക് അതുപോലെ വേണം. പിന്നെ ഒന്ന്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ കളിക്കുന്നതിലേക്ക് വരുമ്പോൾ നമ്മളെ മറ്റ് ബാഡ് ആക്ടിവിറ്റീസ് അത് മാറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, ഇപ്പോൾ രാമേന്ദ്രനെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തുടക്കത്തിൽ മുതൽ എന്ത് കാര്യവും ചെയ്തു കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം രാമേന്ദ്രണ്ണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. നമുക്കത് എങ്ങനെ വേണോ ചെയ്യാം, അത് നിങ്ങൾ പ്ലാൻ ചെയ്യൂ. അതിനുശേഷം നമുക്ക് പൈസ ഫണ്ട് വെച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമുക്ക് ചെയ്തു പോകാമെന്ന് രാമേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ മലയൻകീഴ് പഞ്ചായത്തിനകത്ത് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല, ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ മാമന്മാരുടെ അടുത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു 60,000-70,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ ഇവിടെ റിക്വസ്റ്റാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ നമുക്കൊരു 1 ഏക്കറോളം വസ്തു വാങ്ങിച്ച് മലയൻകീഴിൽ നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ. നിങ്ങളെല്ലാവരും പഠിക്കാൻ വേണം കളിക്കുന്നതിനോടൊപ്പം. ഓക്കെ, ladies first. Okay.
അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. 10-20 വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളുടെ കലാകായികപരമായ കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിനും അവർക്കൊരു മാനസിക ഉല്ലാസം സൃഷ്ടിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഫോറത്തിന് വലിയ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലായിരിക്കും ഇത്തരത്തിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ കൂട്ടായ്മ ഉള്ളതും. ആ കൂട്ടായ്മകൾ ഇത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് 10-20 വർഷം കൊണ്ട് അത് ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ ചെയ്തു പോകുന്നത് ഫോറത്തിനായിരിക്കാം, മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ടായിരിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രധാനമായി കാണുന്നത് ആ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠനത്തിൻ്റെ ഇപ്പോൾ ഭാരം കൂടുതലാണ്. അതോടൊപ്പം കുട്ടികൾ കംപ്ലീറ്റും സ്പോർട്സുമായി ബന്ധപ്പെട്ട് അതിനകത്ത് സ്പോർട്സിൽ നിന്ന് റിട്ടയർഡായ ഉദ്യോഗസ്ഥർ അല്ല അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർക്ക് എന്താണോ ആവശ്യകതയുള്ളത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും അതോടൊപ്പം അവരുടെ മാനസിക ഉല്ലാസത്തിന് വ്യത്യാസം വരുന്നു. അവരുടെ മറ്റ് വീടുകളിലുണ്ടാകുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ സംഭവിക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതെല്ലാം ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു. അവർക്ക് ഭക്ഷണം അടക്കം അറേഞ്ച് ചെയ്ത് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ മുൻകാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും അത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ അവർ സ്പോൺസർഷിപ്പ് നടത്തി ഫോറം ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊരു വലിയ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇനിയും അടുത്ത സ്റ്റെപ്പുകളിൽ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തും ഇത്തരത്തിൽ അവരുടെ പങ്കാളിയായി മുമ്പോട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടെ നമ്മൾ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും ഒരു മാതൃകാപരമായി ചെയ്താൽ അവർക്കൊരു 2 മാസത്തിനകത്ത് കിട്ടുന്ന ആ റിലീഫ് ആ കുട്ടികൾ വളരെ ആരോഗ്യകരമായ കാര്യങ്ങൾ അവർക്ക് ക്ലാസ്സായി നൽകുന്നു. അതോടൊപ്പം അതെങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വ്യത്യസ്തമായ ആളുകളെ ഓരോ ദിവസവും കൊണ്ടുവന്ന് അവർക്ക് വേണ്ട അവയർനെസ്സൊക്കെ കൊടുക്കുന്ന ഈ പദ്ധതികൾ എല്ലാവരും ഒരു മാതൃകയായി മാറ്റട്ടെ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്.